ഒന്ന് ഫോൺ അടിച്ച് വരൂ. ഡോക്ടർ സന്ധ്യ? യെസ്. ഐ ആം മേനോൻ, നന്ദൻ മേനോൻ. ഇതെന്റെ മിസ്സിസ്. വി ആർ ഫ്രം ന്യൂഡൽഹി. ഹലോ. ഹലോ. കാര്യം ഒന്ന് പറയാലോ. ഞങ്ങളുടെ മോളെ തിരക്കി വന്നിരിക്കുന്നവരാ. അവൾ ഇവിടെ ഉണ്ടെന്നും താങ്കളാ അവളുടെ കസ്റ്റഡിയിൽ നിന്നും ഒരു അറിവ് കിട്ടി. അതൊന്ന് അന്വേഷിക്കാൻ വന്നതാ. അകത്തേക്ക് വരൂ. അപ്പോ മോൻ കൂടെ വന്നോട്ടെ. വന്നോട്ടെ. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. ഞങ്ങളുടെ ആകാംക്ഷ കൊണ്ട് ചോദിക്കാന്ന് കരുതിയാ മതി. ഞങ്ങളുടെ ഇന്ദുനെ എവിടെയാ താമസിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? പാർവതി, എന്താ ഇത്? കരയരുത്, നമുക്ക് ചോദിക്കാം പ്ലീസ്. അയ്യേ, ഒരമ്മയുടെ മനസ്സല്ലേ? ഐ ആം മേനോൻ ഫ്രം ന്യൂഡൽഹി. ശരത് മേനോൻ, ഇരിക്കൂ. അതായത് ഞങ്ങളുടെ മകളൊരു പെൺകുട്ടി. മകള് പിന്നെ ആൺകുട്ടിയാവോ? അല്ല, വേറൊന്നും തോന്നരുത്. ഇവിടെ ഇങ്ങനെ പലരും വന്നു കഴിഞ്ഞു. പല തന്തമാരും അമ്മമാരൊക്കെ വന്നതാ. ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അത് നേരാ. ഞങ്ങൾക്ക് അവളെ ഒന്ന് കണ്ടൂടെ? പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ. പാർവതി, എനിക്ക് സഹിക്കുന്നില്ല. നീ മിണ്ടരുത്. മിസ്റ്റർ മേനോൻ, നിങ്ങളുടെ മകൾ മിസ്സിംഗ് ആണോ? അതല്ല ഇവിടെ വന്നിരിക്കുന്നത്. എത്ര കാലമായിട്ട്? 1.5 മാസമായിട്ട്. 1.5 ആയില്ല. ആ, ഏതാണ്ട് 1.5 മാസം കൂട്ടിക്കോളൂ. ഇതെന്താ ഇതൊരുമാതിരി ക്രോസ് സംസ്ഥാനം? നിങ്ങളെ കുട്ടിയെ അങ്ങോട്ട് വിളിക്കാനുള്ളതിന് പകരം ഒന്ന് കാണുന്നോണ്ടെന്താ ഇവിടെ രണ്ട് കടിച്ചു തിന്നാൻ പോന്നു? ആണെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. പാർവതി, ഒരമ്മയുടെ. അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഇവിടെ കിടന്ന് ഒച്ച അലമ്പുണ്ടാക്കിയ ഞാനും എന്റെ മറ്റേ സ്വഭാവം എടുക്കും. വേണ്ട. നിങ്ങളുടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് മകളുടെ ഫോട്ടോ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. എന്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. എന്റെ ഇന്ദു, എന്റെ കുഞ്ഞങ്ങ് വല്ലാതായി പോയല്ലോ. എന്താ നീ ഇങ്ങനെ വല്ലാതെ നോക്കുന്നേ? നമുക്ക് പോണ്ടേ? ദേ, നിന്നെ കാണാതെ നിന്റെ പൂച്ചക്കുട്ടി ഒരു തുള്ളി പാല് കുടിച്ചിട്ടില്ല. അയ്യോ എന്റെ കുഞ്ഞ്, അമ്മയ്ക്ക് വയ്യ. എന്റെ പാർവതി, അവളെ പരിഭ്രമിപ്പിക്കാതെ. ഡോണ്ട് ഗീവ് ഹെയർ ടെൻഷൻ. മോളെ വാ, നമുക്ക് പോവാം. നേരെ ഗുരുവായൂർ പോയി പഞ്ചസാര തുലാഭാരം കഴിപ്പിക്കാം. ഈ അച്ഛന്റെ നേർച്ചയാണ്. എന്റെ ഈശ്വര, ഒരു കുട്ടി. എന്റെ പൊന്നു മോളിങ്ങി വന്ന് അമ്മയൊരു കാര്യം പറയട്ടെ. എന്റെ മുത്തം കോലം തെളിഞ്ഞു പോയല്ലോ. ഡോക്ടർ, ഞങ്ങൾ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് അറിയുന്നില്ല. നിങ്ങൾക്ക് എന്ത് റിവാർഡ് വേണമെങ്കിലും ചോദിക്കാം, ഞാനത് തരും. ഐ ആം കേപ്പബിൾ ഓഫ് ദാറ്റ്. ഒരച്ഛന്റെ സന്തോഷം എന്ന് മാത്രം കരുതിയാൽ മതി, മറ്റൊന്നും വിചാരിക്കരുത്. ഒന്നുമില്ല. വളരെ വളരെ താങ്ക്സ് മിസ്റ്റർ ശരത് മേനോൻ. അപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കൂട്ടിക്കൊണ്ട് പോവാലോ? അല്ല, ഉടനെ പോവാന്ന് പറഞ്ഞാല് അതിന്റെ ഫോർമാലിറ്റീസ് എല്ലാം തീരാതെ. ഇനി എന്ത് ഫോർമാലിറ്റീസ്? ഇതിപ്പോ നിങ്ങളൊരു ഫോട്ടോ കാണിച്ചു. വാട്ട് ഡു യു മീൻ? ഫോട്ടോ അല്ലാതെ പിന്നെന്താ ആളെയാണോ കൊണ്ടുവന്ന് കാണിക്കേണ്ടത്? അതല്ല മിസ്റ്റർ മേനോൻ, ഇവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടിയുള്ള കാര്യം ഞങ്ങൾ പോലീസിലൊക്കെ അറിയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ അതൊരാളുടെ കൂടെ പറഞ്ഞു വിടുമ്പോ നാച്ചുറലായി. ഓ, അതാണോ? ദാറ്റ് ഈസ് ഓൾ റൈറ്റ്. നടന്നോട്ടെ. പക്ഷെ അതൊക്കെ ഒരു 1-2 ദിവസം എടുക്കില്ലേ? അതാവും. അതുവരെ ഞങ്ങൾ എവിടെ തങ്ങും? ഈ നാട്ടിലെങ്ങും കൊള്ളാവുന്നൊരു ഹോട്ടൽ പോലും ഇല്ല. വന്ന വഴിക്ക് ഞാൻ അന്വേഷിച്ചു. ആകെയുള്ളത് ഒരു ഉണക്ക ക്ലബ്ബാണ്. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും താമസിച്ച് പാർവതിക്ക് ശീലല്ല. തങ്ങുന്ന കാര്യം നമുക്ക് പിന്നെ എന്തെങ്കിലും വഴി കാണാം. മതി. ഇപ്പൊ എന്താ ഞാൻ ചെയ്യണ്ടേ? പറഞ്ഞോളൂ. തൽക്കാലം എന്റെ ഒപ്പ പോലീസ് സ്റ്റേഷൻ വരുന്നു വരിക. വരാം. അങ്ങനെ ചടിയുടെ കാര്യങ്ങൾ നടക്കട്ടെ. പാർവതി, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ. അതുവരെ നീ മോളുടെ അടുത്ത് ഇരുന്നോളൂ കേട്ടോ. എങ്ങോട്ടും മാറല്ലേ. നിങ്ങൾ ഇനി എവിടെ പോയിട്ട് എപ്പോ വന്നാലും എനിക്കൊന്നുമില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടിയല്ലോ. എന്റെ മകളുടെ ഓർമ്മയ്ക്ക്
മോളയ്ക്ക് ഇങ്ങനെ ഒരു തകരാറ് സംഭവിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാതെ വിഷമുണ്ട്. എന്നാൽ അതേസമയം അവളെ ജീവനോടെ തിരിച്ചു കിട്ടിയെന്ന് അറിയുമ്പോൾ പറഞ്ഞാൽ തീരാത്ത സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് തന്നെ നിങ്ങളോട് രണ്ടാളോടും കടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്ദുവിന്റെ കാര്യത്തിൽ സാർ എന്ത് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അവളെ കൊണ്ടുപോകണം. എൻ്റെ മോളെ കണ്ടുകിട്ടിയ സ്ഥിതിക്ക് എനിക്ക് അവളെ കൊണ്ടുപോയല്ലേ പറ്റൂ. കൊണ്ടുപോയിട്ട് സ്റ്റേറ്റ്സിലോ ജർമ്മനിയിലോ റഷ്യയിലോ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി അവളെ ട്രീറ്റ് ചെയ്ത് നേരെയാക്കണം. അത് ഞാൻ ആക്കും. ഇനി എൻ്റെ ലൈഫിൻ്റെ മിഷൻ എന്ന് പറയുന്നത് അത് തന്നെയാ. ദാ കണ്ടില്ലേ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓർമ്മയുണ്ടോ നോക്കുക. ഒരമ്മയുടെ അത് തന്നെ. അപ്പോ അങ്ങനെ ട്രീറ്റ് ചെയ്ത് നേരെയാക്കിട്ട് അവളുടെ പഠിപ്പ് കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഇനി ഞാൻ എൻ്റെ മോളെ ബോംബെയിലാക്കിയിട്ട് ഞങ്ങൾ ഡൽഹി താമസിക്കാവുന്ന പരിപാടിയില്ല. ഒന്നിയിൽ അവൾ ഡൽഹിയിൽ വന്ന് ഞങ്ങളുടെ ഒപ്പം നിന്ന് പഠിക്കും. അതല്ല അവൾക്ക് ബോംബെയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളും ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. മായ ബോംബെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നല്ലാതെ. മായയല്ല, ഇന്ദു. ഏത് ക്ലാസ്സിലായിരുന്നു? എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെമിസ്റ്റർ. ഓ, അതിപ്പോ എന്തെല്ലാം ഹഡിൽസ് ഉണ്ടായാലും അവളെ ഞാൻ എഞ്ചിനീയർ ആക്കും. അവളുടെ ആഗ്രഹം എഞ്ചിനീയർ ആവാനാ. ഡൽഹിയിൽ സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഐ വാസ് എ സീനിയർ ഓഫീസർ. ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് സർക്കാർ ജോലി ശരിയാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് സ്വന്തമായിട്ട് പ്രാക്ടീസ് തുടങ്ങി. ഇപ്പം എനിക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഡൽഹിയിലും കാൺപൂരിലും ബോംബെയിലും ഒക്കെ നല്ല റോറിംഗ് പ്രാക്ടീസാ. കാർഡ് കണ്ടില്ലേ? കണ്ടു. ഇയാൾ കണ്ടില്ലേ? ഓ, എല്ലായിടത്തും ഫോണും ഓഫീസും. ഇത്രയും കാലം ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയത് അത് കുറെ ഉണ്ട്. മുഴുവൻ അനുഭവിക്കേണ്ടത് ആ നിൽക്കുന്ന പെൺകുട്ടിയാ. അവള് മാത്ര. സാറിന് വേറെ കുട്ടികൾ ഇല്ല. ഞങ്ങൾക്കെല്ലാം കൂടി ഇതൊന്നേ ഉള്ളൂ. അമ്മ തന്നെ കാര്യം പ്രസന്റ് ചെയ്യണം. ചെയ്യാന്നേ. ചെയ്യാന്ന് പറഞ്ഞിരുന്നിട്ട് ഒടുവിൽ നേരം വിളിക്കുമ്പോ അവരവരുടെ മോളെ കൊണ്ടങ്ങ് പോവും. അതിനു മുമ്പ് ഞാൻ പറഞ്ഞോളാം. പറയാൻ മടിയുണ്ടെങ്കിൽ പറ, ഞാൻ പറഞ്ഞോളാം. ഹൈ, എന്താ ഒരു ഇളക്കം. നാണമില്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതങ്ങനെയാ. ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നില്ലേ എന്തെങ്കിലും ആരെങ്കിലും വരാതിരിക്കില്ലെന്ന്. എനിക്ക് പക്ഷേ ഇങ്ങനെ രണ്ട് മുഖങ്ങൾ കണ്ടതായിട്ട് ഓർമ്മയെ വരുന്നില്ല. എന്തായാലും അമ്മയും അച്ഛനും കിട്ടിയില്ലേ, അത് തന്നെ ഭാഗ്യം വിചാരിച്ചോളൂ. നേര്. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പിക്കില്ല. താനെന്ന് സന്ധ്യക്ക് സ്വല്പം വീശിയിട്ടുണ്ടായിരുന്നു. ആര്? എന്റെ അടുത്ത് എന്തായിരുന്നു കീറ്? എഞ്ചിനീയറിംഗ് ഫസ്റ്റ് സെമസ്റ്റർ. എല്ലാം ഗുരുനാഥൻ അന്നേരം നാവുമ്പോ കൊണ്ടുതരും. അതിനു വേണ്ടി സ്വല്പം മണപ്പിക്കും. അത് ഇന്നും ഉണ്ടായി. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ചെറുവെള്ളത്തിൽ നിർത്താൻ പറ്റില്ലടൂ. അതുകൊണ്ടാണ്. താൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ആരായിരുന്നു? ഞാൻ ഒക്കെ മറന്നു എന്റെ സാറേ. താ സ്കൂളിൽ പോയിട്ടുണ്ടോ? ദേ വരുന്നു ആ മാരണം. ദേ നോക്ക്. എടി പിശാശ, എന്തായി കാട്ടണേ? അവിടെ പോയി കിടക്ക്. എന്നിട്ട് വേണം ഞാൻ അറിയാതെ റേറ്റിൽ കള്ളം കാണിക്കാൻ. അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. എന്റെ ശോശാമയെ നമുക്ക് തമ്മിൽ രാവിലെ സംസാരിക്കാം. ഇപ്പൊ ഇവിടെ നിന്നിട്ട് ആളെ കൂട്ടാതെ. താൻ പോടൂ. സാറേ എങ്ങനെയുണ്ട്? സാറ് അങ്ങനെ പറഞ്ഞാലും നീ സ്വല്പം ഓവറാവുണ്ടിട്ടാ. ഒരുമാതിരി മാട്ട നാടകം. ആ മുതുക്കം പൂഞ്ഞാച്ചനാശാൻ പഠിപ്പിച്ചു വിട്ടതിന്റെ കുഴപ്പം മുഴുവനും കാണാനുണ്ട്. എന്റെ ആശാനെ പറഞ്ഞാലുണ്ടല്ലോ, ഇയാൾ പഠിപ്പിച്ചോളമാരെയൊക്കെ ഞാൻ കുറെ കണ്ടതാ. അതൊക്കെ ഭാവി തലമുറ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാ.
ഇപ്പൊ നീ ഞാൻ പറയണത് അങ്ങ് അനുസരിച്ചാ മതി. എന്റെ പൊന്ന് ശോശാമേ, എന്റെ സാറിന്റെ അമ്മച്ചി വന്ന് കാണുന്നതിന് മുമ്പ് നീ ഒന്ന് മര്യാദക്ക് പോയി കിടന്ന് ഉറങ്ങ്. ഇല്ലേ മൊത്തം ചളാവും. ചളവാക്കുന്ന മുഴുവൻ താനാ. ഓ, അങ്ങേരുടെ ഒരു കയ്യേ പാൻറ്റും കഴുത്തേ കോണോ. സാറേ, തന്നോടല്ലടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ പോടിയിരുന്നു.